Hi, hello, and welcome to Milestone Makers Presents Talk of the Town. This is Alin Shah, and I have with me Ranju Renjuma. ചേച്ചി നമസ്കാരം. നമസ്കാരം. And welcome to the show. താങ്ക് യു. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? വിശേഷം എങ്ങനെ പോകുന്നു? പോകുന്നു. നമുക്കറിയാം ചേച്ചി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ പറ്റിയിട്ടും വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സ്ത്രീ സുരക്ഷ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ റൈറ്റ്സ്, അവരുടെ സുരക്ഷ, അതിനെ പറ്റിയിട്ടൊക്കെ ചേച്ചി പലപ്പോഴും ചേച്ചിയുടേതായിട്ടുള്ള ഐഡിയാസ് അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പറഞ്ഞ ഒരാളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയാണ്, നമുക്കിപ്പോൾ കേരളം മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്ത. അതായത് നമ്മുടെ ഒരു സഹോദരൻ, ഒരു പുരുഷൻ, ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോയുടെ ഭാഗമായി അതിലുണ്ടായ വേദനയിൽ, അതിലുണ്ടായ ഒരു മാനക്കേടിൽ അദ്ദേഹം സ്വന്തം ജീവൻ എടുത്തിരിക്കുകയാണ്. ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. എന്താ തോന്നുന്നത് ചേച്ചി ഈ ഒരു ഇൻസിഡന്റ് ചേച്ചിക്ക് ഇപ്പോൾ കാണുമ്പോൾ? സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിച്ച് വേണം അഭിപ്രായം പറയേണ്ടത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആ കുട്ടി അത് വെൽ പ്ലാൻഡോടുകൂടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ വീഡിയോയുടെ എവിടെയോ ഒരു ഭാഗത്ത് ആ കുട്ടി ചിരിക്കുന്നുണ്ട്, മുഖത്തൊരു ചിരി ഞാൻ പിടിച്ചു എന്നുള്ള രീതിയിൽ. നമ്മുടെ സത്യത്തിൽ എനിക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ചില കേസുകളുടെ വിധിന്യായങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ടിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ബസ്സിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. അപ്പൊ അതിനുള്ള ഭൂരിപക്ഷം ആൾക്കാരും അതിനെ അനുകൂലിക്കുകയും ചെയ്യും. എന്താണെന്നുള്ളത് സത്യാവസ്ഥ അറിയണം. അപ്പം നമുക്ക് ആ ഒരു CCTV ക്യാമറ അതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് അങ്ങനെയുള്ള ഒരു സംഭവം നടന്നതായിട്ട് അതിൻ്റെ ജീവനക്കാരറിഞ്ഞിട്ടില്ല, സഹയാത്രകരറിഞ്ഞിട്ടില്ല, ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഈ കുട്ടി വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ എടുത്തു. അത് ആ മുഖത്തൊരു പുഞ്ചിരി കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ആ ഒരു വീഡിയോ കുട്ടി ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കതിന് കമൻറ്റ് ചെയ്യാൻ തോന്നിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവിടെ സംസാരിക്കേണ്ടതായിരുന്നു. എന്തോ ഞാൻ അതിനകത്ത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഞാനിപ്പോൾ ദീപു മരിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി ചിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ആ കുട്ടിയുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരുന്നുണ്ട്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം അദ്ദേഹം ആ കുട്ടിയെ മാക്സിമം തട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒഴിയുമ്പോൾ ആ കുട്ടിയെ ബ്രസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുവാണ്. അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസൊക്കെ കുറച്ച് പൈസ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം പരിപാടികൾ കൂടിയതെന്ന് തോന്നുന്നു. ഓൺലൈൻ മീഡിയാസിൻ്റെ കടന്നുകയറ്റം, അല്ലെങ്കിൽ സെൽഫായിട്ട് ഇത്തരം റീൽസുകൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസുകൾ പ്രചരിപ്പിക്കുക. അപ്പം എത്രത്തോളം ആളുകൾ അതിലേക്ക് റീച്ച് ആവുന്നു അതിനനുസരിച്ച് പൈസ എങ്ങോട്ട് കിട്ടുന്നുണ്ടെന്നോ അല്ലേ? അതോ അപ്പം അതെന്ന് നിർത്തലാക്കുന്നോ അന്ന് ഇതുപോലുള്ള കലാപരിപാടികൾ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. സെൽഫായിട്ട് നമ്മളിപ്പോൾ റീല് ചെയ്യുന്നു, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു റീല് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ടുള്ളതായിട്ട് അങ്ങ് പോകും. അവിടെ എത്ര പേര് കണ്ടു കണ്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. എത്ര പേര് ഇത് കണ്ടു, എത്ര ലൈക്ക് കിട്ടി, എത്ര പേര് ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇതിനെ എന്താ പറയുക ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യലാണ് ഓരോ മനുഷ്യരുടെയും ഇത്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയകളിൽ നിന്ന് ആൾക്കാർക്ക് പണം കൊടുക്കുന്ന ഒരു സംവിധാനം നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാരണം നല്ല നല്ല ഓൺലൈൻ മീഡിയാസുകളുണ്ട് ഇല്ലേ? അവർ നല്ല നല്ല വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്, ആ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇപ്പോൾ ആ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗം ഒരുക്കിയോ എന്നൊരു സംശയം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ
നമ്മുടെ നിന്ന് പോയി, എവിടെയാണെന്ന് ആളറിയുന്നു, മറഞ്ഞു പോയാണ്. മറഞ്ഞുപോയി. ആള് രംഗത്തില്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളത് അറിയില്ല. മേ ബി നമ്മളിപ്പം ഫ്യൂച്ചർ ഇപ്പൊ ഈ അടുത്തൊക്കെ കണ്ട ചില അറസ്റ്റുകൾ പോലെ ഇതും സംഭവിക്കാം. ഇതിപ്പോ നമ്മളെ ഒരു 2-3 വർഷത്തോട്ട് പിന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതേപോലെ ബസ്സിലിരുന്ന് അനാവശ്യം കാണിച്ച, അതായത് ഒരു എക്സിബിഷനിസം കാണിച്ച ഒരു അതെ വ്യക്തി, അതെ അത് ആ സമയത്ത് ആ ഒരു പെൺകുട്ടി എടുത്തൊരു നിലപാടിനെ എതിർക്കുകയാണ് ഭൂരിഭാഗം നാട്ടുകാരും ചെയ്യുന്നത്. അതായത് ആ കുട്ടിയുടെ ഇഷ്യൂ ആണ്, ആ കുട്ടി ഒരു നല്ല കുട്ടിയല്ല, ആ കുട്ടിയുടെ വസ്ത്രധാരണ ഓൾറെഡി ശരിയല്ല. ഏകദേശം 2 വർഷത്തിനിപ്പുറം അതേ ആക്ട് അയാൾ പിന്നെയും ചെയ്തപ്പോഴാണ് നമുക്കത് ശരിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ആ കുട്ടി അംഗീകരിച്ചത്. പക്ഷെ 2 വർഷം ആ കുട്ടി കടന്നു പോയ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ്. അപ്പൊ ഇതുപോലെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഇൻസിഡൻസും നിലനിൽക്കെയാണ് ഈ ഒരു ഇതുപോലൊരു കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ റിയൽ ആയിട്ട് നടക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ പ്രതികരിക്കാൻ ഇനി മടിച്ചേക്കാം. അത് ശരിയല്ലേ? അല്ല, ആ കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, കണ്ടക്ടറോട് കാര്യം അവതരിപ്പിക്കുക എന്നുള്ളത്. 2, സ്പോട്ടിൽ തന്നെ അവൾക്ക് ഒരെണ്ണം കൊടുക്കാമായിരുന്നു. ദീപു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇവൻ എന്നോട് അനാവശ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ കുട്ടി മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. അതായത് അങ്ങനെ ഒരു ആക്ട് നടക്കുന്നതിന് മുന്നേ മൊബൈൽ എത്രയോ നേരം. അതെ അതെ അതെ, ആ കുട്ടി കുറെ നേരത്തിന് മുമ്പേ അപ്പൊ ഒരു പൊസിഷൻ ലെവൽ വരെ കുട്ടി ക്രിയേറ്റ് ചെയ്യുവാണ് അതിനകത്ത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേസമയം 2 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് റിയലായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ സംസാരിക്കുകയും നിന്റെ വസ്ത്രം മോശമായത് കൊണ്ടാണ് ഇത്തരം പ്രവണത കൂടി വരുന്നതെന്നൊക്കെ അത് ഞാനും കേട്ടിട്ടുള്ളതാണ്. അപ്പം എന്നോടും കുറേ പേര് അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളുടെ വസ്ത്രം വെച്ചിട്ട് ഒരാളുടെ മെന്റാലിറ്റി അളക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഒരിക്കലും പറ്റില്ല. അവരുടെ ആ ഒരു അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ബോഡിക്ക് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, എനിക്ക് സ്ലീവ്ലെസ് ആണ് എനിക്ക് സൂട്ടബിൾ, എനിക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നുന്നു, എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വെയർ ചെയ്യും. അതെ. ഇപ്പോ ഈ ഒരു കേസ് എടുക്കുമ്പോൾ ലാസ്റ്റ് നടങ്ങിയ ഒരു കേസ് അല്ലേ, നമ്മള് അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങളുടെ റിയാക്ഷൻ കണ്ടതാണ്. അപ്പോ അവരുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് ദീപുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനൊരു ആക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ പാവം, ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, എല്ലാവർക്കും ഇത്രയും വർഷമായിട്ട് നല്ലത് മാത്രം പറയുന്ന ഒരു വ്യക്തി. ഇതിപ്പോ നോക്കുമ്പോ ഇതുപോലൊരു സോഷ്യൽ മീഡിയ ആക്ടിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചിലപ്പോ ഈ ഒരു വിഷയം കണ്ടിട്ട് ആൾക്കാരെല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈവൻ ഇപ്പം ഇൻക്ലൂഡിങ് മീ, എനിക്ക് പോലും ഒരു കണ്ടന്റ് ആണത്. അതെ അതെ തീർച്ചയായും. ടു ബി വെരി ഓണസ്റ്റ്, ഇത് എനിക്ക് പോലും ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ അടിയിൽ പോയി ഒരു കമന്റ് കൊടുക്കാനുള്ള ഒരു കണ്ടന്റ് മാത്രമാണിത്. ഇതെന്തായാലും മാഞ്ഞു പോകും, ഇത് മാഞ്ഞു പോകും, അടുത്ത ന്യൂസ് വരും. പക്ഷെ നഷ്ടം എപ്പോഴും ദീപകിന്റെ വീട്ടുകാർക്ക് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു പോസ്റ്റിനടിയിൽ കമന്റ് കൊടുത്തിട്ട് വരും, ഇപ്പോഴൊരു സെക്കൻഡ് മുമ്പ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞ എല്ലാവരിലും ഉണ്ട്. ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ ഒരു സെക്കൻഡിൽ നമ്മളെ ഒന്ന് ബാക്കിലേക്ക് വലിക്കാൻ ഒരു കൈകൾ എവിടുന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല. ദീപക്കിനും അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. കാരണം ദീപു നോക്കുമ്പോൾ സൊസൈറ്റിയിൽ നിന്ന് അവനെ കളിയാക്കുന്ന തരത്തിലുള്ള നോട്ടങ്ങൾ വന്നു തുടങ്ങുന്നു, പരിഹാസത്തോടുള്ള ചിരികൾ വരുന്നു. നീ ഇത്രയും നാളും ജെന്റിൽമാനായിട്ട് നടന്നിട്ട് നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ എന്ന് അവന്റെ ബന്ധുമിത്രാദികളുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ടാകും. അവന്റെ പെറ്റമ്മയെ പോലും ഫേസ് ചെയ്യാനുള്ളൊരു മടി. അറ്റ് ദ സ്പോട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഒരു ആത്മഹത്യ. അറ്റ് ദ സെയിം ടൈമിൽ ആരെങ്കിലും അവനെ ഒന്ന് മുറുക്കെ പിടിച്ചിരുന്നുവെങ്കിൽ, നീ പേടിക്കണ്ട, നമ്മളുണ്ട് ഇത് കൂടെ, നിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, നീ ധൈര്യമായിട്ടിരിക്കൂ, നമുക്കിത് ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾ മേ ബി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ എപ്പോഴും ഔട്ട്സൈഡേഴ്സ് ആണ്. പക്ഷെ അത് അങ്ങനെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദീപുവിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവനിപ്പോ എനിക്ക് തോന്നുന്നു ഫൈറ്റ് ചെയ്താൽ പോലും ദീപുവിന് നീതി കിട്ടും. അതെ, ദീപുവിന് നീതി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നത്തെ നിയമവ്യവസ്ഥ അതാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്, 100% അതാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ട് പോലും
ഈ സമയത്തും ആ കുട്ടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായും. അപ്പം നമ്മൾ ചിന്തിക്കുവാണ്, ഈശ്വര, ഇത് ലോകത്ത് പച്ചയായ സത്യങ്ങൾ കണ്ടിട്ട് പോലും അതിനെ അല്ല എന്ന് പറയുന്ന ഒരു പറ്റം ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ തിരിച്ച് ദീപു കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ ഇവർ ശ്രമിക്കും. ദീപുവിന് ശിക്ഷയെ വാങ്ങിച്ചു കൊടുത്തേക്കാം. മനസ്സിലായ? അപ്പൊ ഇതൊന്നും എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ ഇതേ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാനും ഒരു നടിയും തമ്മിൽ സംസാരിച്ചതാണ്, ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യയെ പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളിവിടെ ഭൂമിയിൽ ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് തീർക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്തിനാ അതിനു വേണ്ടി ചെയ്യുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കുറേ കാലത്തിന് മുമ്പ് പറഞ്ഞു. പക്ഷേ ഈ അടുത്ത ഒരു 2 വീക്സ് ബാക്ക് ഞാൻ അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവരായിരുന്നു ശരിയെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ എന്നുള്ളതൊരു സത്യമല്ലേ രഞ്ജു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു പോയി. ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ ഇവനിപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാനും ആ തുമ്പത്ത് വരെ എത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കറിയാം, ആ ഒരു അവസ്ഥ എനിക്കറിയാം. എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദീപുവിൻ്റെ അമ്മയുടെ കണ്ണ്